Students, we continue with the session analysis of functions. Today we discuss about concavity of functions. In the previous class we discussed about when the function is increasing or decreasing. Now we discuss about concavity. So from the sign of derivatives of f we can find that the graph of function is increasing or decreasing, but it does not reveal the direction of curvature. So from the figure, it suggests two ways to characterize the concavity of a differentiable function on an open interval. So we check what are the characteristics. First one, f is concave upon an open interval if its tangent lines have increasing slopes on that interval and is concave down if they have decreasing slopes. നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതാണ് കോൺകേവ് അപ്പിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഈ യു ഷേപ്പിൽ വരുന്നതാണ് കോൺകേവ് അപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഗ്രാഫ് കോൺകേവ് അപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്ലോപ്പുകൾ, ടാൻജൻ ലൈൻസിൻ്റെ സ്ലോപ്പുകൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടാൻജൻ ലൈൻസിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസിങ് സ്ലോപ്സ് ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അതിൻ്റെ ടാൻജൻ ലൈൻസിൻ്റെ സ്ലോപ്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ ഇതാണ്, ജസ്റ്റ് നമുക്ക് ഈ ഒരു ടാൻജൻ ലൈൻ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ dy/dx അല്ലേ, അതായത് എക്സ് ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ ചേഞ്ചും വൈ ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ ചേഞ്ചും. അപ്പോൾ ഇവിടെ എക്സ് കൂടുന്നതനുസരിച്ച് വൈ എന്ത് ചെയ്യുകയാണ്, കൂടി വരികയാണ്, വൈ വാല്യൂസ് കൂടുകയാണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്ലോപ്സ് ആണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. സോ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് സ്ലോപ്പാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻക്രീസിങ് സ്ലോപ്പ്. അതുപോലെ തന്നെ കോൺകേവ് ഡൗൺ ആണെങ്കിൽ, ഇപ്പം ഈ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പാണ് വരിക കോൺകേവ് ഡൗണിന്. അപ്പോൾ കോൺകേവ് ഡൗൺ ആണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇവിടെ സ്ലോപ്സ് എന്ന് പറയുന്നത് ഡിക്രീസിങ് സ്ലോപ്സ് ആയിരിക്കും. ടാൻജൻ ലൈൻസിൻ്റെ സ്ലോപ്സ് എന്ന് പറയുന്നത് ഡിക്രീസിങ് സ്ലോപ്സ് ആയിട്ടായിരിക്കും വരിക. അതായത് നമുക്കിവിടെ എക്സും വൈയുടെയും വാല്യൂസ് നോക്കുമ്പോൾ എക്സ് കൂടുന്നതനുസരിച്ച് വൈ കൂടുകയല്ല ചെയ്യുക, നമുക്ക് വൈയുടെ വാല്യൂ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ലോപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ x1 x2 എന്ന് പറയുന്നൊരു വാല്യൂ നമ്മളിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ x1 നമ്മളിപ്പോൾ ഇവിടെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് വൈ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ ഇവിടെയും x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഇവിടെയാണ് വരിക അല്ലേ. അപ്പോൾ ഇത് y1ഉം ഇത് y2. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താണ് വരിക, നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരിക, y2 മൈനസ് y1. കാരണം y1 ആണ് വലിയ വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ y2 മൈനസ് y1 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് സ്ലോപ്സ്. ഇപ്പോൾ കോൺകേവ് ഡൗൺ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഡിക്രീസിങ് സ്ലോപ്പുകളും കോൺകേവ് അപ്പ് ആണെങ്കിൽ അതിന് ഇൻക്രീസിങ് സ്ലോപ്പ്. അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കോൺകേവിറ്റി, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ആ ഗ്രാഫിൻ്റെ ടാൻജൻ ലൈൻസിനെല്ലാം ഇൻക്രീസിങ് സ്ലോപ്സ് ആണുള്ളതെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണ്, കോൺകേവ് അപ്പാണ്. ഡിക്രീസിങ് സ്ലോപ്സ് ആണുള്ളതെങ്കിൽ അത് കോൺകേവ് ഡൗൺ ആണ്. ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് f is concave up on an open interval if its graph lies above its tangent lines on that interval and is concave down if it lies below its tangent lines. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, നമ്മുടെ ഗ്രാഫ് എല്ലാ ടാൻജൻ ലൈൻസിൻ്റെയും മുകളിലായിട്ടാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ അത് കോൺകേവ് അപ്പും. ഇനി ടാൻജൻ ലൈൻസ് എല്ലാം വരച്ച് ഗ്രാഫ് ആ ടാൻജൻ ലൈൻസിൻ്റെ എല്ലാം താഴെയായിട്ടാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, കോൺകേവ് ഡൗൺ ആയിരിക്കും. ഇപ്പോൾ കോൺകേവ് അപ്പിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടാൻജൻ ലൈൻസിൻ്റെയും മുകളിൽ കൂടിയാണ് എന്ത് പോയിരിക്കുന്നത്, ആ കർവ് പോയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ ടാൻജൻ ലൈൻസ് മുകളിലും ഗ്രാഫ് അതിൻ്റെ അടിയിൽ കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ കോൺകേവ് അപ്പാണെങ്കിൽ ടാൻജൻ ലൈൻസിൻ്റെ എല്ലാം മുകളിലായിട്ടാണ് ഗ്രാഫ് വരിക. ഇനി കോൺകേവ് ഡൗൺ ആണെങ്കിലോ ടാൻജൻ ലൈൻസിൻ്റെ എല്ലാം താഴെയായിട്ടാണ് ഗ്രാഫ് വരിക. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം, ഹൗ വി ഡിഫൈൻ ദ കോൺകേവിറ്റി. നമ്മൾ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു, നമ്മുടെ ഫംഗ്ഷൻ എക്സ് വാല്യൂസ് കൂടുന്നതനുസരിച്ച് എഫ് വാല്യൂസ് കൂടുകയാണെങ്കിൽ ഇൻക്രീസിങ്ങും എഫ് വാല്യൂസ് കുറയുകയാണെങ്കിൽ ഡിക്രീസിങ് എന്നും ഡിഫൈൻ ചെയ്തല്ലേ. അപ്പോൾ അതുപോലെ ഹൗ വി ഡിഫൈൻ ദ കോൺകേവിറ്റി ഓഫ് എ ഫംഗ്ഷൻ.
If f is differentiable on an open interval, then f is said to be concave up on the open interval if f dash is increasing on that interval, and f is said to be concave down on the open interval if f dash is decreasing on that interval. അപ്പോൾ നമ്മൾ ഗ്രാഫ് കണ്ടു, ടാൻജന്റ് ലൈൻസിൻ്റെ സ്ലോപ്സ് ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു, ആ ഫംഗ്ഷൻ ഈ കോൺകേവ് അപ്പും ടാൻജന്റ് ലൈൻസിൻ്റെ സ്ലോപ്സ് ഡിക്രീസിങ് ആണെങ്കിൽ അത് കോൺകേവ് ഡൗൺ ടാൻജന്റ് ലൈൻസിൻ്റെ സ്ലോപ്സ് ഡിക്രീസിങ് ആണെങ്കിൽ അത് കോൺകേവ് ഡൗൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കോൺകേവിറ്റി ഡിഫൈൻ ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് കോൺകേവ് അപ്പ് ആകുന്നത് എപ്പോഴാണ്, ഇഫ് എഫ് ഡാഷ് ഈസ് ഇൻക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കോൺകേവ് അപ്പ് എന്ന് വിളിക്കാം. ആൻഡ് എഫ് ഇസ് സെറ്റ് ടു ബി കോൺകേവ് ഡൗൺ ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ ഇഫ് എഫ് ഡാഷ് ഈസ് ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിക്രീസിങ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കോൺകേവ് ഡൗൺ ആണെന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിന് പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ തിയറം പോലെ നമുക്ക് കോൺകേവിറ്റിക്ക് തിയറം പറയും. ഇപ്പോൾ എഫ് ഡാഷ് ഇൻക്രീസിങ് ആണ്, എഫ് ഡാഷ് ഡിക്രീസിങ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എഫ് ഇൻക്രീസിങ് ആവാനും എഫ് ഡിക്രീസിങ് ആവാനും നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു. എന്താണ്, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് ഇൻക്രീസിങ് ആവുന്നത് എപ്പോഴാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ എഫിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഇൻക്രീസിങ് എന്ന് വിളിച്ചു. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഡിക്രീസിങ് എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡെറിവേറ്റീവ് ഇൻക്രീസിങ്ങും ഡെറിവേറ്റീവ് ഡിക്രീസിങ്ങും ആകുക എന്നാണ് അല്ലേ. അപ്പോൾ ഇനി ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആവാൻ അപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് എഫ് ഡാഷിനെ ജി എന്ന് വിളിച്ചാൽ ജി ഈസ് അനദർ ഫംഗ്ഷൻ, അപ്പോൾ ജി ഇൻക്രീസിങ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ജി ഇൻക്രീസിങ് ആവാൻ എന്ത് മതി, ജിയുടെ ഡെറിവേറ്റീവ് എന്തായാൽ മതി, പോസിറ്റീവ് ആയാൽ മതി അല്ലേ. അതുപോലെ തന്നെ ജി ഡിക്രീസിങ് ആവണമെങ്കിൽ ജിയുടെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയാൽ മതി. അപ്പം ജിയുടെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ അതിനെ എഫുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, എഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലേ. സോ നമുക്ക് കോൺകേവിറ്റിക്ക് ഒരു ഫംഗ്ഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇറ്റ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ. ലെറ്റ് എഫ് ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ. If f double dash of x greater than 0 for every value of x in the open interval, then f is concave upon that interval. And if f double dash of x less than 0 for every value of x in the open interval, then f is concave down on that interval. അതായത് എഫ് ഡബിൾ ഡാഷ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എഫ് ഡാഷ് എന്തായി, ഇൻക്രീസിങ് ആയി. അപ്പോൾ എഫ് ഡാഷ് ഇൻക്രീസിങ് ആയാൽ ഫംഗ്ഷൻ എന്തായി, കോൺകേവ് അപ്പായി. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പം എഫ് ഡാഷ് എന്തായി, ഡിക്രീസിങ് ആയി. എഫ് ഡാഷ് ഡിക്രീസിങ് ആയപ്പോൾ ഫംഗ്ഷൻ എന്തായി, കോൺകേവ് ഡൗൺ ആയി. അപ്പോൾ നമ്മളുടെ ഒരു ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇറ്റ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ അല്ലേ. 2 തവണ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ കോൺകേവ് അപ്പും, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, കോൺകേവ് ഡൗണും ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ആൻ എക്സാമ്പിൾ. Show that the function f of x equals x square minus 4x plus 3 is concave up on the interval minus infinity plus infinity. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോൾ ഇൻ്റർവെൽ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, കാരണം നമ്മുടെ ഫംഗ്ഷൻ പോളിനോമിയൽ ആണ്, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ അല്ലേ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എഗെയിൻ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ ആണ്, സോ ഇറ്റ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ഹോൾ ഇൻ്റർവെൽ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം അല്ലേ. സോ വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് 2x minus 4 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഈസ് 2. സോ എഫ് ഡബിൾ ഡാഷ് 2 ആണ്, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂ എടുത്താലും എഫ് ഡബിൾ ഡാഷ് എന്താണ്, 2 ആണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഹോൾ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, പോസിറ്റീവ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഹോൾ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്തായി, എഫ് ഇസ് കോൺകേവ് അപ്പ് ഓൺ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അല്ലേ. കാരണം എക്സിൻ്റെ ഏത് വാല്യൂ എടുത്താലും എഫ് ഡബിൾ ഡാഷ് എന്ത് തന്നെയാണ്, 2 തന്നെയാണ്, അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഹോൾ ഇൻ്റർവെല്ലിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായി, പോസിറ്റീവായി. സോ ഫംഗ്ഷൻ ഇസ് കോൺകേവ് അപ്പ് ഓൺ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, സോ another example,
Find the interval on which f of x equals x cube is increasing and the intervals on which it is decreasing. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ല, ഫംഗ്ഷൻ കോൺകേവ് അപ്പ് ആകുന്നതും കോൺകേവ് ഡൗൺ ആകുന്നതുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. ഇൻക്രീസിങ് ഡിക്രീസിങ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, അപ്പോൾ അതേ പ്രോബ്ലം തന്നെയായിരുന്നു. So find the intervals on which it is concave up and concave down. Okay, increasing decreasing അല്ല, concave up and concave down ആണ് നമുക്ക് വരിക. It is decrease not decreasing, concave down. അപ്പോൾ നമുക്ക് എന്ത് വേണം? എഗെയിൻ പോളിനോമിയൽ ആണ്. സോ നമ്മൾ ഹോൾ ഇൻ്റർവെൽ തന്നെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. സോ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് 3x² ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് 6x, റൈറ്റ്? സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 6x ആണ്. 6 ഇസ് പോസിറ്റീവ്. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വരിക. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എന്തായി? നെഗറ്റീവായി. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവായി, അല്ലേ? So we can say that f double dash of x is less than 0 if x less than 0 and f double dash of x is greater than 0 if x greater than 0. അപ്പോൾ x less than 0യിൽ f double dash എന്താണ്? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ -∞ തൊട്ട് 0 വരെയുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താൽ അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? കോൺകേവ് ഡൗൺ ആണ് എന്ന് പറയാം. അതുപോലെ 0 to ഇൻഫിനിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ 0 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്പ് ഓൺ ദ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് പറഞ്ഞപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ക്ലോസ്ഡ് ഇൻ്റർവെലാണ് എടുത്തതെങ്കിൽ കോൺകേവിറ്റി പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഓപ്പൺ ഇൻ്റർവെലാണ്. കാരണം ഇവിടെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞപ്പോഴും ഒക്കെ എവിടെയാണ്? എഫ് ഇസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓപ്പൺ ഇൻ്റർവെലാണെങ്കിൽ പോലും അത് ഫൈനൽ ആൻസർ നമ്മൾ പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. എന്നാൽ കോൺകേവിറ്റി പറയുന്നത് എവിടെയാണ്? ഓപ്പൺ ഇൻ്റർവെലാണ്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എടുത്തതെങ്കിൽ അവിടെ ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കോൺകേവിറ്റിക്ക് വരുന്ന ഡിഫറൻസ്. സോ നൗ വി മൂവ് ഓൺ ടു another definition, ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട എക്സാമ്പിളിനകത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺകേവ് അപ്പും അത് കഴിഞ്ഞ് തൊട്ടടുത്ത പോയിന്റിലേക്ക് വന്നപ്പോൾ ഫംഗ്ഷൻ എന്തായി? കോൺകേവ് ഡൗൺ ആയി, അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ഫംഗ്ഷൻ ഒരു കർവേച്ചർ ചേഞ്ച് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ഇത് -∞ തൊട്ട് 0 വരെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? കോൺകേവ് ഡൗൺ ആയിരുന്നു. 0യിലെത്തി 0 to ഇൻഫിനിറ്റി നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഫംഗ്ഷൻ എന്തായി? കോൺകേവ് അപ്പായി, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് കോൺകേവിറ്റി ചേഞ്ച് വരുന്ന പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്സ്. If f is continuous on an open interval containing a value x0 and if f changes the direction of its concavity at the point x0, f of x0, then we say that f is an inflection point at x0 and we call the point x0, f of x0 on the graph of f an inflection point of f. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, അവിടെ ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. സോ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് എ വാല്യൂ x0. x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. ഇനി x0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഒരു കർവേച്ചർ ചേഞ്ച് ഉണ്ടായി, അതിൻ്റെ കോൺകേവിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുവെങ്കിൽ വി സേ ദാറ്റ് എഫ് ഇസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ് അറ്റ് x0. ആ x0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തുണ്ടെന്ന് പറയാം? ഒരു ഇൻഫ്ലെക്ഷൻ പോയിൻ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. ആൻഡ് വി കോൾ ദ പോയിന്റ് x0 എഫ് ഓഫ് x0 ഓൺ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ് ഓഫ് എഫ്. ആ x0 എഫ് ഓഫ് x0 എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് കോൺകേവിറ്റി ചേഞ്ച് വരുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. ആദ്യത്തെ എക്സാമ്പിളിൽ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. ഹോൾ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? കോൺകേവ് അപ്പായിട്ടാണ് കിട്ടിയത്. നമ്മൾ സെക്കൻഡ് ചെയ്ത എക്സാമ്പിളിനകത്ത് -∞ തൊട്ട് 0 വരെ കോൺകേവ് ഡൗണും 0 to ഇൻഫിനിറ്റി എടുത്തപ്പോൾ അതെന്തായി? കോൺകേവ് അപ്പായി. അപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു കോൺകേവിറ്റി ചേഞ്ച് വന്നു, അല്ലേ?
സോ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിൻ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ് മൈനസ് 3x² + 1. Use the first and second derivatives of f to determine the intervals on which f is increasing, decreasing, concave up and concave down, and locate all inflection points. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉപയോഗിച്ച് ഏതൊക്കെ ഇൻ്റർവെൽസിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, എവിടെയൊക്കെ ഡിക്രീസിങ് ആണ്, കോൺകേവ് അപ്പ് എവിടെയാണ്, കോൺകേവ് ഡൗൺ എവിടെയാണ് എന്നെല്ലാം കണ്ടുപിടിക്കുക. ദെൻ കോൺകേവിറ്റി ചേഞ്ച് വന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്സും കണ്ടുപിടിക്കാം അല്ലേ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് 2 ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. What is f dash of x? F dash of x is 3x² - 6x and f double dash of x is 6x - 6. ഇനി ഇതിനെ നമുക്ക് സൈൻ ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് മാറ്റുന്നു. 3x² - 6x ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3x കോമൺ എടുക്കാം അല്ലേ. അപ്പോൾ 3x × x - 2 എന്ന് വരും. ഇവിടെ ഒരു 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ 6 × x - 1. ഇത് നമുക്ക് സൈൻ ചേഞ്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് 3x × x - 2, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 × x - 1. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽസ് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇൻ്റർവെൽസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, x = 0യും x = 2. അതുപോലെ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് x - 1 ആണ്. കോൺകേവിറ്റി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ മതി. എഫ് ഡബിൾ ഡാഷ് മാത്രം മതിയല്ലോ. അപ്പോൾ x = 1. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ഇവിടെ ഓരോരുത്തർക്കും നമുക്ക് ഈ ഫാക്ടേഴ്സിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 0യ്ക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായി, എക്സ് പോസിറ്റീവായി. ഇനി 1 കൺസിഡർ ചെയ്താൽ എഗെയിൻ 1ന് റൈറ്റിലേക്ക് x - 1 എന്താണ്, പോസിറ്റീവാണ്. അടുത്ത 2 കൺസിഡർ ചെയ്താൽ എഗെയിൻ 2ന് റൈറ്റിലേക്ക് x - 2 എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ഇനി ഇത് വെച്ച് നമ്മുടെ ടേബിൾ നമുക്ക് ഫോം ചെയ്യാം. ടേബിൾ ഫോം ചെയ്തിട്ടാണ് നമ്മൾ സൈൻ ചേഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പം, കാരണം ഒന്നിലധികം ഇൻ്റർവെൽസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടേബിൾ തന്നെ ഫോം ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ എഫ് ഡാഷിൻ്റെ സൈൻ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽസ് വരിക ഏതൊക്കെയാണ്, 0 വരും, ദെൻ 0 to 2 വരും അല്ലേ. ഒരു പോയിൻ്റ് 0യിലാണ് നിൽക്കുക. അപ്പോൾ x <0 -∞ തൊട്ട് 0 വരെയുള്ള ഒരു പോയിൻ്റ് വരും. പിന്നെ അടുത്ത 2 പോയിൻറ്റ്സ് 0യും 2 ആണ്. അപ്പോൾ 0യ്ക്കും 2നും ഇടയ്ക്ക് എന്താണ് ബിഹേവിയർ എന്ന് നോക്കണം. പിന്നെ 2ന് മുകളിലേക്കുള്ള വാല്യൂസ്, അതായത് 2 to ∞. അപ്പോൾ ഇങ്ങനെ 3 ഇൻ്റർവെൽസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ x <0 ആകുമ്പോഴത്തേക്കും അവിടെ എന്താണ് വരിക, എക്സിൻ്റെ ലെഫ്റ്റിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ എക്സും നെഗറ്റീവാണ്, അതുപോലെ തന്നെ x - 2 എന്താണ്, നെഗറ്റീവാണ്. കാരണം x - 2 ഇങ്ങോട്ടേക്കല്ലേ പോസിറ്റീവ് ആകുന്നത്. അപ്പോൾ അവിടെ x - 2ഉം നെഗറ്റീവ്, നെഗറ്റീവ് × നെഗറ്റീവ് എന്തായി, പോസിറ്റീവായി. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ -∞ to 0 ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. നോട്ട് ദാറ്റ് ഇവിടെ എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഇൻ്റർവെൽ ആരാണ്, 0 to 2 അല്ലേ. 0 < x <2. ഇപ്പോൾ 0യ്ക്കും 2നും ഇടയ്ക്ക് എക്സ് എന്താണ്, പോസിറ്റീവാണ്. ബട്ട് എഗെയിൻ x - 2 ഇസ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് × നെഗറ്റീവ്, ദാറ്റ് ഇസ് നെഗറ്റീവ്. സോ എഫ് ഇസ് ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to. ഓക്കെ, ഇനി അടുത്തത് 2 to ∞ ആണ് വരിക, x > 2. ഇപ്പോൾ രണ്ടും ഇങ്ങോട്ടേക്ക് എന്താണ്, പോസിറ്റീവാണ്. സോ ഇറ്റ് ഈസ് എഫ് ഡാഷ് ഇസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് എഫ് ഇസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 ഓപ്പൺ ∞. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, x - 1 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്താണെന്ന് നോക്കണം. സോ x <1 ആകുമ്പോൾ 6 × x - 1 ഇസ് നെഗറ്റീവ് അല്ലേ. x - 1ൻ്റെ സൈനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, കാരണം 6 എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ അവിടെ x - 1 നെഗറ്റീവാണ്, ദറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഇസ് നെഗറ്റീവ്. എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് എന്താണ്, കോൺകേവ് ഡൗൺ ആണ് അല്ലേ. -∞ 1ൽ കോൺകേവ് ഡൗൺ. അതുപോലെ x > 1 ആകുമ്പോഴത്തേക്കും എന്തായി, പോസിറ്റീവായി. ഇപ്പോൾ എഫ് ഡബിൾ ഡാഷും പോസിറ്റീവാണ്. സോ അവിടെ 1∞ ഫംഗ്ഷൻ എന്താണ്, കോൺകേവ് അപ്പ്. അപ്പോൾ കോൺകേവിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ് വരിക, ഓപ്പൺ ഇൻ്റർവെല്ലാണ് വരിക. അപ്പോൾ നമുക്ക് ഇനി
ഇൻഫ്ലെക്ഷൻ പോയിൻറ്സും കൂടെ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ കോൺകേവിറ്റി ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. നമുക്ക് എക്സ് <1 ആയപ്പോൾ കോൺകേവ് ഡൗണും എക്സ് <1 ആയപ്പോൾ കോൺകേവ് അപ്പും. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു കോൺകേവിറ്റി ചേഞ്ച് വന്നിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽസ് 1 അല്ലേ. സോ ഫ്രം ദ സെക്കൻഡ് ടേബിൾ ദർ ഇസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽസ് 1. അപ്പോൾ എഫ്, കാരണം അവിടെ എഫ് കോൺകേവ് ഡൗണിൽ നിന്നും എന്ത് ചെയ്യാണ്, കോൺകേവ് അപ്പിലേക്ക് പോവുകയാണ്. ഇനി ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്, 1 എഫ് ഓഫ് 1 ആൻഡ് എഫ് ഓഫ് 1 ഇസ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുമ്പോൾ 1 മൈനസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. സോ ഇൻഫ്ലെക്ഷൻ പോയിന്റ് ഇസ് ഓർഡേർഡ് പെയർ 1 minus 1. Okay. Now we check another example. Consider the function f of x equals x plus 2 sin x over the interval 0 to pi. Use the first and second derivatives of f to determine where f is increasing, decreasing, concave up and concave down, and locate all inflection points. Okay. അപ്പോൾ എഗെയിൻ നമ്മുടെ ഫസ്റ്റ് 2 ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് 1 + 2 cos x ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് -2 sin x. ഇനി എന്ത് വേണം, ഇൻക്രീസിങ്. നമുക്ക് 0 to പൈയിൽ എവിടെയൊക്കെ ഇൻക്രീസിങ് ആണ്, എവിടെയൊക്കെ ഡിക്രീസിങ് ആണ്, കോൺകേവ് അപ്പ് എവിടെ നിന്ന്, കോൺകേവ് ഡൗൺ. ഇനി കോൺകേവിറ്റി ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്സ്. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എഫ് ഡാഷ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 to പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റുകളിൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു റിസൾട്ടാണ്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഓപ്പൺ ഇൻ്റർവെല്ലിൽ അതിൻ്റെ സൈൻ ചേഞ്ച്, അതായത് -2 പ്ലസ് അല്ലെങ്കിൽ +2 മൈനസ്, അങ്ങനെ സൈൻ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് അല്ല, ആ ഫംഗ്ഷൻ വാല്യൂ 0 ആകുന്ന പോയിന്റുകളിലായിരിക്കും അതിനെന്ത് വരിക, ഒരു സൈൻ ചേഞ്ച് വരിക. ആ 0 ആകുന്ന പോയിന്റുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിന് സൈൻ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എഫ് ഡാഷ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിനെന്ത് വരിക, സൈൻ ചേഞ്ച് വരിക. എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റുകൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടായിരിക്കും ഫംഗ്ഷൻ എപ്പോഴും എന്തുണ്ടാവുന്നത്, സൈൻ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റുകൾ എടുക്കുക, എന്നിട്ട് ആ പോയിന്റുകളെ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻ്റർവെൽസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെയാണ്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും, അത് ആ ഫംഗ്ഷൻ വാല്യൂ 0 ആകുന്ന പോയിന്റുകൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടായിരിക്കും അതിന് സൈൻ ചേഞ്ചസ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുക എന്ന് പറയുമ്പോൾ ആരാണ് എഫ് ഡാഷ് ഓഫ് എക്സ്, 1 + 2 cos x അല്ലേ. 1 + 2 cos x 0 ആകുക. ദാറ്റ് മീൻസ് cos എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് -1/2 എന്ന് കിട്ടും. അപ്പോൾ cos x -1/2 ആകുന്ന വാല്യൂ 0 to പൈയിൽ cos x -1/2 ആകുന്ന വാല്യൂസാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ cos x 1/2 കിട്ടുന്നത് എവിടെയാണ്, 60 ഡിഗ്രിയിലാണ്. അപ്പോൾ -1/2 കിട്ടുക, 60യുടെ മൾട്ടിപ്പിൾസ് അടുത്ത ക്വാഡ്രൻസിൽ വരുമ്പോഴാണ്. അപ്പോൾ കോസ് നെഗറ്റീവ് ആകുന്ന ക്വാഡ്രൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റും. അപ്പോൾ അവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും 60യുടെ മൾട്ടിപ്പിൾസ് വരുന്ന ആംഗിൾസിലാണ് നമുക്ക് എന്ത് കിട്ടുക, -1/2 കിട്ടുക. സോ എവിടേക്കാണ് x = 2π/3യിലും x = 4π/3യിലുമാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, cos xൻ്റെ വാല്യൂ -1/2 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ എഫ് ഡബിൾ ഡാഷിൻ്റെ ഇൻ്റർവെൽസ് എവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുള്ളതും അറിയണം. അപ്പോൾ എഗെയിൻ എഫ് ഡബിൾ ഡാഷും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷിന് സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ് വെച്ചിട്ടായിരിക്കും അതിന് സൈൻ ചേഞ്ചസ് ഉണ്ടാവുക. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിൻറ്റ്സ് ദാറ്റ് ഈസ് -2 sin x = 0, അല്ലെങ്കിൽ sin x 0 ആകുന്ന പോയിന്റ്, sin x 0 ആകുന്ന പോയിന്റ് 0 to പൈയിൽ ഏത് മാത്രമേ ഉള്ളൂ, ഓപ്പൺ ഇൻ്റർവെൽ 0 to പൈ ആണ്. അപ്പോൾ 0യും വരില്ല 2πയും വരില്ല, ആര് മാത്രമേ ഉള്ളൂ, x = π മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 പോയിന്റുകൾ വെച്ചിട്ട് വേണം നമുക്ക് ഇൻ്റർവെൽസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ ചേഞ്ച് നോക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പം 0 > x > 2π/3. ആദ്യത്തെ ഇൻ്റർവെൽ അതാണല്ലോ, 0 to 2π/3. 0 to 2π/3യിൽ 1 + 2 cos x എന്തായിരിക്കും, 1 + 2 cos x ഇസ് പോസിറ്റീവ് അല്ലേ. കാരണം എന്താണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും
കോസ് എക്സ് നമുക്കറിയാം π/2 ടു 2π/3 എടുക്കുമ്പോൾ അവിടെ കോസിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. 0 ടു π/2 കോസ് പോസിറ്റീവാണ്. അപ്പോൾ 1 + 2 cos x എന്തായാലും പോസിറ്റീവായി. ഇനി π/2 തൊട്ട് നമ്മളുടെ 2π/3 വരെയുള്ള വാല്യൂസ് കൺസിഡർ ചെയ്ത്, അതായത് ഈ ഒരു ക്വാഡ്രൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവാണ്. പക്ഷേ ആ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1-നേക്കാളും ചെറിയ വാല്യൂ ആണ് വരിക. ഓക്കെ, ദെൻ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എഗെയിൻ അത് എന്താകുകയാണ്? ചെറിയ 1-നേക്കാളും കുറച്ചുകൂടി ചെറിയ വാല്യൂസ് ആകുകയാണ് ചെയ്യുക. കാരണം കോസ് 2π/3 നമുക്ക് -1/2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനേലും ചെറിയ വാല്യൂസാണ് നമുക്ക് എവിടെ വരുന്നത്? ഈ π/2 ടു 2π/3 വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1-നേക്കാളും ചെറിയ വാല്യൂസ് അല്ലേ? അപ്പോൾ 1-നേക്കാളും ചെറിയ വാല്യൂസ്, പിന്നെ അതിനെ നമ്മൾ 2 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ അത് എന്ത് ചെയ്യാണ്? വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 1-നേക്കാളും ചെറിയ വാല്യൂസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ ഫംഗ്ഷൻ ഇസ് പോസിറ്റീവ്. സോ ഫംഗ്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ so it is increasing on f dash പോസിറ്റീവ് ആണ്. സോ f is increasing on closed interval 0 to π/3. ഇനി 2π/3ക്കും 4π/3ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് വരിക. അപ്പോൾ 2π/3ക്കും 4π/3ക്കും ഇടയ്ക്കെന്ന് പറയുമ്പം അതെവിടെയാണ് വരിക? 4π/3 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലായിട്ട് വരും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കോസ് എന്ന് പറയുന്നത്? എഗെയിൻ കോസ് നെഗറ്റീവായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കോസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1/2-നേക്കാളും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1/2-നേക്കാളും കൂടി വരുമ്പോഴത്തേക്കും അതിന് പിന്നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ അതെന്താവും? 1-നേക്കാൾ വലിയ വാല്യൂസ് ആവും. ഓക്കെ, അപ്പോൾ 1-നേക്കാൾ വലിയ വാല്യൂസ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായി? അവിടെ നെഗറ്റീവായി. കാരണം ഓൾറെഡി ഈ കോസ് വാല്യൂ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് വാല്യൂ 1/2-നേക്കാളും കൂടി, ദെൻ അതിനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണ്. സോ അത് 1-നേക്കാളും വലിയ വാല്യൂസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ പർട്ടിക്കുലർ റീജിയനിൽ 1 + 2 cos x എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവായിട്ട് വരും. സോ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഓൺ 2π/3 4π/3 എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് 4π/3 തൊട്ട് 2π വരെയുള്ള റീജിയൻ. അപ്പോൾ 4π/3 തൊട്ട് 2π വരെയുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഫംഗ്ഷൻ നെഗറ്റീവ് ആകുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എവിടെയാണ്? 4π/3 തൊട്ട് നമ്മളുടെ കോസ് 270 ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് എന്ത് ചെയ്യുക? കോസ് നെഗറ്റീവായിട്ട് വരിക. ഫോർത്ത് ക്വാഡ്രൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എന്തായിരിക്കും? കോസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്തായിട്ട് തന്നെ വരും? പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. ഇനി എഗെയിൻ 4π/3 തൊട്ട് നമുക്ക് ഇവിടെ വരെയുള്ള വാല്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ടാണ് വരിക? 1/2 എഗെയിൻ അവിടെ വീണ്ടും എടുക്കുമ്പോൾ 1/2-നേക്കാളും ചെറിയ വാല്യൂസ് ആണ് വരിക. അപ്പോൾ 1/2-നേക്കാളും ചെറിയ വാല്യൂസ് ആകുമ്പോഴത്തേക്കും ദെൻ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എഗെയിൻ 1-നേക്കാളും ചെറിയ വാല്യൂസ് ആണ് വരിക. സോ ഫംഗ്ഷൻ ഇസ് പോസിറ്റീവ് ഓൾസോ ഹിയർ. ഓക്കെ, അപ്പോൾ 4π/3 തൊട്ട് നമ്മളുടെ 270 വരെയുള്ള ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ് നെഗറ്റീവാണ്. എന്നാൽ ആ നെഗറ്റീവ് വാല്യൂ എന്തായിട്ടാണ് വരിക? 1/2-നേക്കാളും ചെറിയ വാല്യൂസ് ആണ്. സോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ ചെറിയ വാല്യൂസ് ആയിട്ടാണ് കിട്ടുക. സോ അത് 1-നേക്കാളും ചെറിയ വാല്യൂസ് ആയി. അപ്പോൾ അവിടെ പോസിറ്റീവായി. ആൻഡ് ലാസ്റ്റ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്താൽ ഫുള്ളി അവിടെ കോസ് പോസിറ്റീവാണ്. സോ 1 + 2 cos x പോസിറ്റീവാണ്. സോ 4π/3 തൊട്ട് 2π വരെയുള്ള റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ്. f dash ഇസ് പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുക. സോ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ 4π/3 2π. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? കോൺകേവിറ്റി ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ കോൺകേവിറ്റി ചേഞ്ച് എന്ന് പറയുമ്പം എന്തായിരുന്നു? f′′ ആണ്. f′′ 0 ആകുന്ന പോയിന്റ് നമുക്ക് π മാത്രമാണ് കിട്ടിയത്. അപ്പോൾ പൈയുടെ ലെഫ്റ്റിലും റൈറ്റിലും എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. സോ 0 to π നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ f′′ -2 sin x ആണ്. അപ്പോൾ 0 to πയിൽ സൈൻ എന്താണ്? സൈൻ പോസിറ്റീവാണ്. സോ -2 sin x ആയതുകൊണ്ട് അതെന്തായി? നെഗറ്റീവായി. ഓക്കെ, സോ എഫ് ഇസ് കോൺകേവ് ഡൗൺ ഓൺ 0π. ഇനി π to 2π കൺസിഡർ ചെയ്യാണ്. π to 2πയിൽ സൈൻ എന്താണ്? നെഗറ്റീവാണ്. ദെൻ -2 സൈൻ എടുക്കുമ്പോഴത്തേക്കും അതെന്തായി? പോസിറ്റീവായി. സോ π to 2π -2 sin x is പോസിറ്റീവ്. സോ ഫംഗ്ഷൻ ഇസ് കോൺകേവ് അപ്പ് ഓൺ π to π. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു കോൺകേവിറ്റി ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? പൈയിൽ നമുക്കൊരു കോൺകേവിറ്റി ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ദർ ഇസ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ്. എവിടെയാണ്? അറ്റ് x = πയിൽ.
f changes from concave down to concave up on that interval. So f has an inflection point at x equals pi. Okay. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കണ്ട രണ്ട് എക്സാമ്പിൾസിലും നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആണെങ്കിൽ അവിടെ എന്തുണ്ടെന്നാണ്, ഒരു ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ട് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അത് ജനറലി ട്രൂ ആണോ നോക്കാം. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകണം എന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫൈൻഡ് ദി ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഇഫ് എനി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് റൈസ് ടു 4. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് 4x3, സെക്കൻഡ് ഡെറിവേറ്റീവ് 12x2. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം, അതിൻ്റെ സൈൻ ചേഞ്ച് നോക്കണം അല്ലേ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്, പോസിറ്റീവാണ്. കാരണം x² അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ x² എല്ലായ്പ്പോഴും എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ കോൺകേവ് അപ്പാണ്. അതുപോലെ തന്നെ തിരിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ അവിടെയും ഫംഗ്ഷൻ എന്താണ്, പോസിറ്റീവാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്, പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0, അതായത് -∞ തൊട്ട് 0 വരെ എടുത്താലും 0 to ∞ കൺസിഡർ ചെയ്താലും രണ്ടിടത്തും ഫംഗ്ഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവാണ്. സോ അവർ ഫംഗ്ഷൻ ഇസ് കോൺകേവ് അപ്പ്. അപ്പോൾ അവിടെ കോൺകേവിറ്റി ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലേ, കോൺകേവിറ്റി ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്തില്ല, ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഇല്ല. അതായത് അവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ പോലും ഫംഗ്ഷൻ എന്തില്ല, ദർ ഈസ് നോ ഇൻഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻറ്റ്സിലെല്ലാം എല്ലായ്പ്പോഴും എന്തുണ്ടാവണം എന്നില്ല, ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി എന്താണപ്പം ഈ ഇൻഫ്ലക്ഷൻ പോയിൻറ്റും ഈ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. If a function f has an inflection point at x equal to x0 and f double dash of x0 exists, then f double dash of x0 equal to 0. അതായത് ഒരു ഫംഗ്ഷന് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു പോയിന്റിൽ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇനി ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വാല്യൂ ഇസ് 0. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെന്ന് കരുതിയിട്ട് അതിന് എന്തുണ്ടാവണം എന്നില്ല, ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഒരു പോയിന്റിൽ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ടാകുകയും ആ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് സാറ്റിസ്ഫൈ ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്താൽ, കാരണം ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കും, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളിലും ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എക്സിസ്റ്റ്, ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ ഡെറിവേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻഫ്ലക്ഷൻ പോയിൻറ്റിൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ദ പ്ലേസസ് ഓൺ ദ കർവ് y is equal to f of x where the rate of change of y with respect to x changes from increasing to decreasing or vice versa. അപ്പോൾ എന്താണ് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്, ഒരു കർവ് y is equal to f of x എന്ന് പറയുന്ന കർവിൽ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. ഒന്നുകിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസിങ്ങിൽ നിന്ന് ഡിക്രീസിങ്ങിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്, ഡിക്രീസിങ്ങിൽ നിന്നും ഇൻക്രീസിങ്ങിലേക്ക് പോകുന്നു. ഈ ഒരു ചേഞ്ചിനെയാണ് ആര് കാണിച്ചു തരുന്നത്, ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ദ പ്ലേസസ് ഓൺ ദ കർവ് y is equal to f of x where the rate of change of y with respect to x changes from increasing to decreasing or vice versa. Vice versa means decreasing to increasing. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുത്ത് ഒരു പോയിന്റിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഒന്നുകിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിൻ്റെ സ്ലോപ്പ് ഇൻക്രീസിങ്ങിൽ നിന്ന് ഡിക്രീസിങ്ങിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഡിക്രീസിങ്ങിൽ നിന്നും ഇൻക്രീസിങ്ങിലേക്ക് പോകുന്നു. ഈ ഒരു ചേഞ്ച് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയ. ഓക്കെ, താങ്ക് യു.